IPL-ലേക്കും ഇന്ത്യൻ ടീമിലേക്കും ഒരു മാസ് തിരിച്ചുവരവ് നടത്താൻ തനിക്കും ഇപ്പോഴും സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് യുവതാരവും വെടിക്കെട്ട് ഓപ്പണറുമായ പൃഥ്വി ഷാ. കഴിഞ്ഞ IPL-ൽ അൺസോൾഡായി തഴയപ്പെട്ട അദ്ദേഹം 2020 മുംബൈ ലീഗിലാണ് സ്ഫോടനാത്മകമായ ഇന്നിംഗ്സുകളുമായി കയ്യടി നേടിയിരിക്കുന്നത്. കഴിഞ്ഞ മെഗാ ലേലത്തിൽ ഒരു ഫ്രാഞ്ചൈസി പോലും വാങ്ങാൻ തയ്യാറാവാതെയിരുന്ന പൃഥ്വി പിന്നീട് മുംബൈയുടെ രഞ്ജി ട്രോഫി ടീമിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും താൻ തളരില്ലെന്നും കരിയർ തിരിച്ചു പിടിക്കാനുള്ള മിടുക്ക് ഇപ്പോഴുമുണ്ടെന്നും 2020 മുംബൈ ലീഗിൽ പൃഥ്വി കാണിച്ചു തന്നിരിക്കുകയാണ്. നോർത്ത് മുംബൈ പാന്തേഴ്സിനായി സ്ഫോടനാത്മകമായ 50 കുറിച്ചാണ് അദ്ദേഹം ക്രീസ് വിട്ടത്. പൃഥ്വിയുടെ പ്രകടനം നമുക്കൊന്ന് നോക്കാം. ട്രിംഫ് നൈറ്റുമായുള്ള മത്സരത്തിലാണ് നോർത്ത് മുംബൈ പാന്തേഴ്സിന് വേണ്ടി ക്യാപ്റ്റൻ കൂടിയായ പൃഥ്വി ഷാ അഴിഞ്ഞാടിയത്. 34 ബോളിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് 75 റൺസാണ്. 12 ഫോറുകളും 3 സിക്സറും ഉൾപ്പെടെയാണിത്. ഒരു ഓവറിലെ 6 ബോളിലും പൃഥ്വി ബൗണ്ടറികൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇങ്ങനൊരു മിന്നും വിജയം സാധിച്ചത്. മിനാദ് മഞ്ജരേക്കർ എറിഞ്ഞ 5-ാം ഓവറിലായിരുന്നു താരത്തിന്റെ ഈ അഴിഞ്ഞാട്ടം. 4, 4, 6, 4, 4, 4 എന്നിങ്ങനെയായിരുന്നു ഈ ഓവറിലെ ഓരോ ബോളുകൾക്കുമെതിരെ അദ്ദേഹത്തിന്റെ ഷോട്ടുകൾ. 220.59 എന്ന ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റും പൃഥ്വിക്കുണ്ടായിരുന്നു. മുംബൈ ലീഗിൽ ഈ സീസണിലെ ആദ്യത്തെ 50+ സ്കോർ കൂടിയാണ് ഈ മത്സരത്തിൽ അദ്ദേഹം കണ്ടെത്തിയത്. എന്നാൽ പൃഥ്വിയുടെ ടീമായ നോർത്ത് മുംബൈ പാന്തേഴ്സ് ഇതിനകം ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞിരുന്നു. 8 ടീമുകളുടെ ലീഗിൽ അവസാന സ്ഥാനത്താണ് അവരുള്ളത്. 4 മത്സരങ്ങളിൽ 1-ൽ മാത്രമാണ് പാന്തേഴ്സിന് വിജയിക്കാനായത്. വിവാദങ്ങളുടെ ഒരു കരിയർ തന്നെയായിരുന്നു അദ്ദേഹത്തിന്. മുൻ ഇതിഹാസ ഓപ്പണർ വീരേന്ദ്ര സേവാഗിന്റെ പിൻഗാമിയെന്ന് ഒരു സമയത്ത് വിശേഷിപ്പിക്കപ്പെട്ട ബാറ്ററാണ് പൃഥ്വി ഷാ. ഇന്ത്യ ICCയുടെ അണ്ടർ-19 ലോകകപ്പിൽ ചാമ്പ്യന്മാരാക്കി തന്റെ ക്യാപ്റ്റൻസി മികവും അദ്ദേഹം തെളിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഫിറ്റ്നസ് പ്രശ്നങ്ങളും വിവാദങ്ങളുമെല്ലാം പൃഥ്വിയുടെ കരിയറിനെ പിന്നോട്ടടിച്ചു. ഇതോടെ താരത്തിന്റെ കരിയർ ഗ്രാഫ് താഴേക്ക് വീണു. അച്ചടക്ക പ്രശ്നങ്ങളെ തുടർന്ന് മുംബൈ ടീമിൽ നിന്നു പോലും പൃഥ്വി മാറ്റി നിർത്തപ്പെട്ടു. ഇവയെല്ലാമാണ് കഴിഞ്ഞ ഏപ്രിൽ മെഗാ ലേലത്തിൽ ഫ്രാഞ്ചൈസികളും അദ്ദേഹത്തിന് നേരെ കണ്ണടയ്ക്കാനുള്ള കാരണം. 10 ഫ്രാഞ്ചൈസികളും ലേലത്തിൽ പൃഥ്വിയെ വാങ്ങാൻ താല്പര്യം കാണിച്ചില്ല എന്നതാണ് മറ്റൊരു സംഭവം. 2018 മുതൽ IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായിരുന്നു പൃഥ്വി. അവരുടെ ഭാവി ക്യാപ്റ്റനായി പോലും അദ്ദേഹത്തെ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. IPL-ൽ 79 മത്സരങ്ങളിലാണ് പൃഥ്വി ഇതിനകം കളിച്ചത്. 147.47 സ്ട്രൈക്ക് റേറ്റിൽ 1892 റൺസ് താരം അടിച്ചെടുത്തു. 14 50+ സ്കോറുകൾ അടക്കമാണിത്. ഉയർന്ന സ്കോർ 99 റൺസുമാണ്. 2020 മുംബൈ ലീഗിലെ കഴിഞ്ഞ ഇന്നിംഗ്സ് തന്റെ കരിയറിലെ പുതിയൊരു തുടക്കമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് പൃഥ്വി ഉണ്ടായിരുന്നത്. ഫോമും ഫിറ്റ്നസും കാത്തു സൂക്ഷിച്ചയാൾ 2026-ലെ IPL-ൽ തീർച്ചയായും മികച്ചൊരു തിരിച്ചുവരവ് നടത്താനും അദ്ദേഹത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നീങ്ങുന്നത്. കരിയറിന്റെ അവസാനത്തോടടുക്കുന്ന രോഹിത് ശർമ്മയുടെ പകരക്കാരനായി അടുത്ത സീസണിൽ പൃഥ്വിയെ മുംബൈ സ്വന്തമാക്കിയാലും അത്ഭുതപ്പെടാനൊന്നും തന്നെയില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു കാലത്ത് ഭാവി സച്ചിൻ എന്ന് വാഴ്ത്തപ്പെട്ട യുവതാരമായിരുന്നു പൃഥ്വി ഷാ. അങ്ങനെയും ഒരു ചർച്ചകൾ പിന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. മുംബൈയിൽ ജനിച്ച അദ്ദേഹം അണ്ടർ-19 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ നായകനായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ കരിയർ അച്ചടക്കമില്ലായ്മ, ഫിറ്റ്നസ് പ്രശ്നങ്ങൾ, മോശം ഫോം, വിവാദങ്ങൾ എന്നിവ കാരണം വലിയ തിരിച്ചടികൾ നേരിടുകയായിരുന്നു. അണ്ടർ-19 ലോകകപ്പിൽ 2018-ൽ പൃഥ്വി ഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യ അണ്ടർ ലോകകപ്പ് നേടി. ഈ ടീമിൽ ശുഭ്മാൻ ഗില്ലും ഉൾപ്പെട്ടിരുന്നു. 2018-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി നേടി ശ്രദ്ധേയനായി മാറി. അരങ്ങേറ്റത്തിൽ തന്നെ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരങ്ങളിൽ ഒരാളായി അദ്ദേഹം. ദേശീയ ടീമിൽ നിന്നുള്ള പുറത്താക്കൽ 2021 ജൂലൈ ശ്രീലങ്കയ്ക്കെതിരെ കളിച്ച ശേഷം അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ നിന്ന് കാര്യമായ അവസരങ്ങൾ ഒന്നും ലഭിച്ചില്ല. ഫിറ്റ്നസ് പ്രശ്നങ്ങളും സ്ഥിരതയില്ലായ്മയുമായിരുന്നു ഇതിന് കാരണമായത്. അച്ചടക്ക പ്രശ്നങ്ങൾ നമുക്കൊന്നും കൂടെ നോക്കാം. മുംബൈ രഞ്ജി ട്രോഫി ടീമിൽ നിന്ന് പോലും അച്ചടക്ക പ്രശ്നങ്ങളെയും ഫിറ്റ്നസ് പ്രശ്നങ്ങളെയും തുടർന്ന് അദ്ദേഹം മാറ്റി നിർത്തിയിരുന്നു. പരിശീലന സെക്ഷനുകളിൽ കൃത്യമായി പങ്കെടുക്കാത്തതും ഫിറ്റ്നസ് നിലനിർത്താത്തതുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. IPL 2025-ലെ ലേലവും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. IPL 2025 മെഗാ ലേലത്തിൽ അടിസ്ഥാന വിലയായ 75 ലക്ഷം രൂപയ്ക്ക് പോലും പൃഥ്വി ഷായെ ആരും സ്വന്തമാക്കിയില്ല. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വലിയ തിരിച്ചടിയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. വിവാദങ്ങളിലേക്ക് നമുക്കൊന്നും കൂടെ പോവാം. 2019-ൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിന് BCCI അദ്ദേഹത്തെ 8 മാസത്തേക്ക് വിലക്കിയിരുന്നു. അങ്ങനെ ഒരു വാർത്ത കൂടി പ്രചരിച്ചിരുന്നു. കൂടാതെ 2023 ഫെബ്രുവരിയിൽ മുംബൈയിൽ വെച്ച് ആരാധകരുമായി സെൽഫി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കത്തിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ പരിഗണനയിൽ ഇല്ലാത്ത പൃഥ്വി ഷാ ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ടീമിന് വേണ്ടിയും കളിക്കുന്നുണ്ട്. 2025-ലെ 2020 മുംബൈ ലീഗിൽ നോർത്ത് മുംബൈ പാന്തേഴ്സിനായി അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുമുണ്ട്. അടുത്തിടെ നടന്ന ഒരു മത്സരത്തിൽ 34 പന്തിൽ 75 റൺസ് നേടിയിരുന്നു. പൃഥ്വി ഷായ്ക്ക് വലിയ പ്രതിഭയുണ്ടെന്നും ഫിറ്റ്നസിലും അച്ചടക്കത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നും പല ക്രിക്കറ്റ് വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു.